കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. ചേലക്കര സെൻട്രൽ സ്കൂൾ. കിൻഡർഗാർട്ടൻ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം, പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം, ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാസാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു. ചേലക്കര സെൻട്രൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 5.5 ലക്ഷം രൂപ ചെലവിൽ ആധുനിക ലാബ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അത്യാധുനിക ലാബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചു. പ്രാദേശികാരോഗ്യ രംഗത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന ഈ പുതിയ സംരംഭം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 5.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് യാഥാർത്ഥ്യമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ലാബിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. അന്ന് 95-2000 നിർമ്മിച്ച ആ കെട്ടിടം ഇന്നും നമ്മുടെ ആശുപത്രിയുടെ മുൻവശത്ത് നല്ല നിലയിൽ ഉണ്ട്. അത് നമ്മൾ ആരോഗ്യ പ്രവർത്തകര്, ആശാപ്രവർത്തകര് തുടങ്ങിയവരാണ് അത് ഉപയോഗിക്കുന്നത്. ഈ ജൂബിലി കെട്ടിടത്തില് HI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ നമുക്ക് 50 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടമുണ്ട്. ആ കെട്ടിടവും ഇനി നമുക്ക് സൗകര്യപ്രദമായ ഫാർമസി ഉൾപ്പെടെയുള്ള HIയുടെയും LHIയുടെയും ഒക്കെ തന്നെ ഓഫീസ് പ്രവർത്തനങ്ങൾ നമുക്ക് ഇത് മാറ്റേണ്ടതുണ്ട്. ഇത് OP കെട്ടിടമായിട്ട് നിലനിർത്തണം എന്നാണ് ഡോക്ടറുടെ അഭിപ്രായമുള്ളത്. ഫാർമസിയും ആ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കൂടുതൽ സൗകര്യങ്ങളോട് കൂടി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്കറിയാം, ഈ കെട്ടിടം നമ്മുടെ ചിറ്റൂർ ബാലകൃഷ്ണനായർ പ്രസിഡന്റ് ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് നിർമ്മിച്ചത്. അന്ന് സങ്കല്പം എന്തായിരുന്നു? കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ വേണം. അന്ന് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഒറ്റപ്പാലത്തിൽ പോകണം, പാലമില്ല, തോണിയിൽ പോകണം. അങ്ങനെ ഒട്ടേറെ ബുദ്ധിമുട്ടില് രാത്രികാലങ്ങളിൽ മറ്റും ഇവിടെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും മറ്റും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ നമുക്ക് ചികിത്സ താങ്ങാൻ ഇത്രയും കാലമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഈ ആശുപത്രിയെ ഒരു മികവിന്റെ കേന്ദ്രമാക്കിയിട്ടും ആളുകൾക്ക് ആശ്രയമാകുന്ന ഒരു ആരോഗ്യ മേഖലയിൽ മാറുന്ന തരത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം, കോവിഡ് വന്ന സന്ദർഭത്തിൽ, ഈ സന്ദർഭത്തിൽ കോവിഡ് അതിപ്രസരമായിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർമാർ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മ, ഈ ജില്ലയിൽ തന്നെ കോവിഡ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രിയംവദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ ലാബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM മനീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം, ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രതിനിധി G സന്തോഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K സുദേവൻ, O പ്രേമലത, ശിവൻ വീട്ടിക്കുന്ന്, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് VS ഷിനാജ് എന്നിവരും സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി സാമൂഹ്യ രംഗത്തെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഈ ലാബോറട്ടറി പ്രവർത്തനം ആരംഭിച്ചതോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട രോഗനിർണയ സേവനങ്ങൾ കൊണ്ടാഴിയിൽ തന്നെ ലഭ്യമാക്കും. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ടെസ്റ്റുകൾ, ഇവിടെ കൊണ്ടാഴിയിൽ നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ഹീമോഗ്ലോബിൻ, ടോട്ടൽ ബേസിക് കൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ബ്ലഡ് ഗ്രൂപ്പിംഗ്, differential count, fasting, postprandial, random blood sugar, total cholesterol, triglycerides, HDL, urea, creatinine, calcium, uric acid, bilirubin, SGOT, STPT, alkaline phosphatase, total protein, albumin, hepatitis C virus in the car test, HBsAg test, syphilis VDR test, ഡെങ്കു NS1 ടെസ്റ്റ്, ഡെങ്കു IgG/IgM ടെസ്റ്റ്, എലിപ്പനി കണ്ടുപിടിക്കാനുള്ള ലെപ്റ്റോസ്പൈറ IgG/IgM ടെസ്റ്റ്, അതുപോലെ തന്നെ ബൈഡ ടെസ്റ്റ്, മലേറിയ കണ്ടുപിടിക്കാനുള്ള സ്മിയർ എടുക്കൽ, കളക്ട് ചെയ്യൽ, TB കണ്ടുപിടിക്കാനുള്ള തളം കളക്ട് ചെയ്യൽ, യൂറിൻ പ്രോട്ടീൻ, അതുപോലെ തന്നെ ഡയബറ്റീസിന്റെ വലിയൊരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. അത് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള CCV ന്യൂസ് കൊണ്ടാഴി.